Hi everyone. നമ്മൾ ഡെന്റൽ PSCയുടെ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ കൂടുതൽ റിക്വസ്റ്റ് നമുക്ക് വന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഷെയർ ചെയ്യാമോ എന്നാണ്. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടും കാര്യമില്ല, ഇതെല്ലാം കൂടെ കവർ ചെയ്യാൻ സമയമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ സ്റ്റാർട്ട് ചെയ്യില്ല. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മുമ്പോട്ട് പോകാം. ഇത് നമ്മൾ തുടങ്ങിയിരിക്കുന്ന ഒരു ഡെയിലി ചലഞ്ചാണ്. അതായത് 5 Q&A നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്നും 5 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ്. ഓക്കെ, അത് നിങ്ങൾ 5 എണ്ണം നിർബന്ധമായും ദിവസവും പഠിക്കാൻ ശ്രമിക്കുക. അത് ഏത് ടോപ്പിക്കിൽ നിന്നാണ് വന്നിരിക്കുന്നത് എന്നുള്ള ആ ഒരു പാർട്ട് അന്നത്തെ ദിവസം ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക. അതുപോലെ അതിൻ്റെ ഓപ്ഷനായിട്ട് ഞാൻ തരുന്നതും നിങ്ങളൊന്ന് റിവൈസ് ചെയ്യുക. ഇത്രയും ചെയ്താൽ തന്നെ ദിവസം ഒരു നല്ലൊരു പാർട്ട് നിങ്ങൾ ഡെന്റലിൻ്റെ കവർ ചെയ്ത് നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റിംഗും ആവും, ഒരുപാടൊന്നും ഇല്ലല്ലോ എന്നുള്ളത്. സോ നമുക്ക് 5 Q&A സെഷൻ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നത്തെ 5 ക്വസ്റ്റ്യൻ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. So first question ഇതാണ്, which among the following is not a bone of facial skeleton? ഫേഷ്യൽ സ്കെലിറ്റൻ്റെ പാർട്ട് അല്ലാത്ത ബോൺ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ എത്മോയിഡ്, ഓപ്ഷൻ ബി ലാക്രിമൽ, ഓപ്ഷൻ സി മാക്സില്ല, ഓപ്ഷൻ ഡി വോമർ. സോ 4 ബോൺസ് തന്നിട്ടുണ്ട്, എത്മോയിഡ്, ലാക്രിമൽ, മാക്സില്ല ആൻഡ് വോമർ. ഇതിലേതാണ് ഫേഷ്യൽ സ്കെലിറ്റൻ്റെ പാർട്ടല്ലാത്തത്? ലാക്രിമൽ എവിടെയാണ്, മാക്സില എവിടെയാണ് എന്നൊക്കെ നിങ്ങൾക്ക് എല്ലാം അറിയാമല്ലോ. സോ ഇതിൽ ഏതാണ് ഫേഷ്യൽ സ്കെലിറ്റൻ്റെ പാർട്ട് അല്ലാത്തതെന്നാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ പേപ്പർ എടുക്കുക, പെൻ എടുക്കുക, നിങ്ങളുടെ ആൻസർ എഴുതുക. Ethmoid, lacrimal, maxilla and vomer. Which of the following is not a bone of facial skeleton? So the answer is ethmoid. ഇമേജിൽ തന്നിട്ടുണ്ട്, ഈ ബോൺ ആണ് എന്ത്, എത്മോയിഡ് ബോൺ എന്ന് പറയുന്നത് അല്ലേ. ഇത് ഫേഷ്യൽ സ്കെലിറ്റന്റെ പാർട്ടല്ല അല്ലെ. വിച്ച് ഫോം ദി ബേസ് ഓഫ് ആന്റീരിയർ ക്രേനിയൽ ഫോസ അല്ലെ. ആന്റീരിയർ ക്രേനിയൽ ഫോസയുടെ ബേസ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണ്, നമ്മുടെ ഈ പറഞ്ഞ എത്മോയിഡ് കൊണ്ടാണ്. ഇറ്റ്സ് എ കാൽവാരിയൽ ബോൺ ആണ് അല്ലെ. ഇറ്റ്സ് നോട്ട് എ പാർട്ട് ഓഫ് ഫേഷ്യൽ സ്കെലിറ്റൻ. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് എ ബ്രാഞ്ച് ഓഫ് മാൻഡിബുലാർ നെർവ്? മാൻഡിബുലാർ നെർവിന്റെ ബ്രാഞ്ച് ആയിട്ടുള്ളത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഓറിക്കുലോ ടെമ്പറൽ നെർവ്, ഓപ്ഷൻ ബി ഇൻഫ്രാ ഓർബിറ്റൽ നെർവ്, ഓപ്ഷൻ സി സൈഗോമാറ്റിക്കോ ഫേഷ്യൽ നെർവ്, ഓപ്ഷൻ ഡി സൈഗോമാറ്റിക്കോ ടെമ്പറൽ നെർവ്. സോ 4 നെർവ്സ് ആയിട്ട് തന്നിട്ടുണ്ട്, ഓറിക്കുലോ ടെമ്പറൽ നെർവ്, ഇൻഫ്രാ ഓർബിറ്റൽ നെർവ്, സൈഗോമാറ്റിക്കോ ഫേഷ്യൽ നെർവ്, then സൈഗോമാറ്റിക്കോ ടെമ്പറൽ നെർവ്. സോ ഈ 4 എണ്ണത്തിൽ മാൻഡിബുലാർ നെർവിന്റെ ബ്രാഞ്ച് ആയിട്ടുള്ളത് ഏതാണ്? നിങ്ങളുടെ ആൻസർ എഴുതിക്കോ. സോ ഈ തന്നിരിക്കുന്നതാണ് മാൻഡിബുലാർ നെർവിന്റെ ബ്രാഞ്ചസിന്റെ ഇമേജ്. നമ്മുടെ അനാട്ടമി ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ഒരുപാട് വട്ടം കണ്ടിട്ടുള്ളതാണ്. എക്സാം പേപ്പറിൽ ഈ സെയിം ഡയഗ്രം നമ്മൾ ഒത്തിരി വട്ടം വരച്ചിട്ടുണ്ട്. സോ ഇറ്റ്സ് എ മാൻഡിബുലാർ നെർവിന്റെ ബ്രാഞ്ചസ് ആണ് പറയുന്നത്. ഇതിൽ ഏതാണ് അപ്പം നമ്മുടെ മാൻഡിബുലാർ നെർവിന്റെ ബ്രാഞ്ച്? ഓറിക്കുലോ ടെമ്പറൽ നെർവ്. ഓറിക്കുലോ ടെമ്പറൽ നെർവ് ആണ് മാൻഡിബുലാർ നെർവിന്റെ ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഈ തന്നിരിക്കുന്നതിൽ മാൻഡിബുലാർ നെർവിന്റെ ബ്രാഞ്ച് ഏതാണ്? ഓറിക്കുലോ ടെമ്പറൽ നെർവ് ആണ്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ 3, which among the following is not a content of carotid sheath? carotid sheathന്റെ കണ്ടന്റ് അല്ലാത്തത് ഏത്? അല്ലാത്തത് നോട്ട് എ കണ്ടന്റ് എന്ന ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ കോമൺ കരോട്ടിഡ് ആർട്ടറി, ഓപ്ഷൻ ബി ഇന്റേണൽ ജുഗുലാർ വെയിൻ, ഓപ്ഷൻ സി സിമ്പത്തറ്റിക് ട്രങ്ക്, ഓപ്ഷൻ ഡി വേഗസ് നെർവ്. സോ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിൽ കരോട്ടിഡ് ഷീത്തിന്റെ കണ്ടന്റ് അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ കോമൺ കരോട്ടിഡ് ആർട്ടറി, ഓപ്ഷൻ ബി ഇന്റേണൽ ജുഗുലാർ വെയിൻ, ഓപ്ഷൻ സി സിമ്പത്തറ്റിക് ട്രങ്ക്, ഓപ്ഷൻ ഡി വേഗസ് നെർവ്. സോ വേഗസ് നെർവ് ആണോ, സിമ്പത്തറ്റിക് ട്രങ്ക് ആണോ, ഇന്റേണൽ ജുഗുലാർ വെയിൻ ആണോ, അതോ കോമൺ കരോട്ടിഡ് ആർട്ടറി ആണോ കരോട്ടിഡ് ഷീറ്റിന്റെ പാർട്ട് അല്ലാത്തത് അല്ലെങ്കിൽ കണ്ടന്റ് അല്ലാത്തത്? ആൻസർ എഴുതിക്കോ. ആൻസർ നോക്കാം. ഇതാണ് നമ്മുടെ കരോട്ടിഡ് ഷീത്തിൻ്റെ ഇമേജ് അല്ലേ. ഇതാണ് കരോട്ടിഡ് ഷീത്തിൻ്റെ ഇമേജ് എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് കാണാം സിമ്പത്തറ്റിക് ആയിട്ടുള്ള നമ്മുടെ സിമ്പത്തറ്റിക് ട്രങ്ക് എവിടെയാണ് വന്നിരിക്കുന്നത്? കരോട്ടിഡ് ഷീറ്റിന് വെളിയിലാണ് വന്നിരിക്കുന്നത് അല്ലേ. സോ സിമ്പത്തറ്റിക് ട്രങ്ക് ആണ് ഇതിൻ്റെ ആൻസർ. ബിക്കോസ് ഇറ്റ് ഈസ് എവിടെയാണ്? നമ്മുടെ കരോട്ടിഡ് ഷീറ്റിന് വെളിയിലാണ്. ബാക്കി കോമൺ കരോട്ടിഡ് ആർട്ടറി ആണെങ്കിലും ദിസ് കോമൺ കരോട്ടിഡ് ആർട്ടറി അല്ലേ. കോമൺ കരോട്ടിഡ് ആർട്ടറി ആണെങ്കിലും ഇന്റേണൽ ജുഗുലാർ വെയിൻ ആണെങ്കിലും അതുപോലെ വേഗസ് നെർവ് ആണെങ്കിലും എല്ലാം ഇതിനകത്താണ് വരുന്നത് അല്ലേ. ഇതിനകത്ത് നോക്കൂ, വേണ്ടേ
നമ്മുടെ വേഗസ് നെർവ് അകത്താണ്, അതുപോലെ ഇന്റേണൽ ജുഗുലാർ വെയിൻ അകത്താണ്, പിന്നെ എന്തുവാണ് കോമൺ കരോട്ടിഡ് ആർട്ടറി അതും അകത്താണ്. വെളിയിലുള്ളത് ഏതാണ്? സിമ്പത്തറ്റിക് ചെയിൻ ആണ്, അഥവാ സിമ്പത്തറ്റിക് ട്രങ്ക് ആണ് വെളിയിലുള്ളത്. ബാക്കിയെല്ലാം എന്താണ്? കരോട്ടിഡ് ഷീറ്റിന് അകത്താണ് വരുന്നത്. സോ ഇറ്റ്സ് നോട്ട് എ കണ്ടന്റ് ഓഫ് കരോട്ടിഡ് ഷീറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? സിമ്പത്തറ്റിക് ട്രങ്ക് ആണ്. ഇതിനകത്ത് വരുന്നത് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അകത്ത് വരുന്നത് ഇതിൽ താഴെ കൊടുത്തിരിക്കുന്നത് ഏതെന്ന് ചോദിച്ചാൽ ഇതിൽ ഏതെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ സെലക്ട് ചെയ്യണം. കോമൺ കരോട്ടിഡ് ആർട്ടറി ആണെങ്കിലും ഇന്റേണൽ ജുഗുലാർ വെയിൻ ആണെങ്കിലും വേഗസ് നെർവ് ആണെങ്കിലും കരോട്ടിഡ് ഷീറ്റിന്റെ അകത്താണ്. ഇതാണ് അതിന്റെ ഇമേജ്. ഓക്കെ, അതുപോലെ വെളിയിലുള്ളത് ഏതാണ്? സിമ്പത്തറ്റിക് ട്രങ്ക് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി ഈസ് കാൽക്കുലേറ്റഡ് ബൈ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ്. ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ എ IRV പ്ലസ് TV, ഓപ്ഷൻ ബി ERV പ്ലസ് RV, ഓപ്ഷൻ സി ERV പ്ലസ് TV ആൻഡ് ഓപ്ഷൻ ഡി IRV പ്ലസ് TV പ്ലസ് ERV. ഇതിൽ ഏതാണ് ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല? സോ ഓപ്ഷൻ എ IRV പ്ലസ് TV, ഓപ്ഷൻ ബി ERV പ്ലസ് RV, ഓപ്ഷൻ സി ERV പ്ലസ് TV, ഓപ്ഷൻ ഡി IRV പ്ലസ് TV പ്ലസ് ERV. ആൻസർ എഴുതിക്കോ. എക്സ്പിറേഷൻ കഴിഞ്ഞ് എത്രത്തോളമാണ് ലെങ്സിൽ ബാക്കിയായിട്ടുള്ള അത് എന്നാണ് നമ്മൾ നോക്കുന്നത്. സോ അതിൻ്റെ ആൻസർ എന്ന് വെച്ചാൽ ഓപ്ഷൻ ബി ആണ്. ERV പ്ലസ് RV ആണ് റെസിഡ്യുവൽ കപ്പാസിറ്റി, ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. നോർമലി എന്താണ് 2200 ml ആ ഒരു റേഞ്ചിലാണ് യൂഷ്വലി വരുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നത്. സോ ഇന്നത്തെ നമ്മൾ 5 ക്വസ്റ്റ്യൻസ് കവർ ചെയ്തു. ഈ 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻസ് ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് മാത്രം പഠിക്കാതെ ഇതിൻ്റെ ഓപ്ഷൻ ആയിട്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ IRV പ്ലസ് TV കുറേ ഓപ്ഷൻ വന്നിട്ടില്ല. അപ്പം എന്തൊക്കെയാണ് ബാക്കി കാൽക്കുലേഷൻസ് ഉള്ളത് കൂടെ പഠിക്കണം. അതുപോലെ ഇപ്പോൾ കരോട്ടിഡ് ഷീത്തിൻ്റെ ആ സ്ട്രക്ചർ ഒന്ന് റിവൈസ് ചെയ്യണം. പിന്നെ മാൻഡിബുലാർ നെർവിൻ്റെ സ്ട്രക്ചർ റിവൈസ് ചെയ്യണം. പിന്നെ ഫേഷ്യൽ സ്കെലിട്ടൺ ഒന്ന് നോക്കണം, അതിൽ വരുന്ന കണ്ടന്റുകൾ. ഇന്നത്തെ ഇത്രയും നിങ്ങൾ റിവിഷൻ ചെയ്താൽ മതിയാവും. അടുത്ത ദിവസം അടുത്ത പ്രീവിയസ് ക്വസ്റ്റ്യൻസുമായിട്ട് ഞാൻ വരും 5 എണ്ണം. അപ്പോൾ അതിൽ ഏതൊക്കെ പറയുന്നുണ്ട് അത്രയും നിങ്ങൾ കവർ ചെയ്യുക. അപ്പോൾ കുറച്ചുകൂടി സിംപ്ലിഫൈ ആയില്ലേ, നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ പഠിച്ചോളൂ. ജസ്റ്റ് മൊത്തത്തിലൊരു റിവിഷൻ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ റിവിഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഏതൊക്കെയാണ് റിവൈസ് ചെയ്യേണ്ടത്? ഫേഷ്യൽ സ്കെലിറ്റൻ്റെ സ്ട്രക്ചർ ഒന്ന് റിവൈസ് ചെയ്യണം. അതുപോലെ നിങ്ങൾ നോക്കേണ്ട എന്താണ്? മാൻഡിബുലാർ നെർവിൻ്റെ ആ ഒരു ഇമേജ് ഡയഗ്രാം ഒന്ന് റിവൈസ് ചെയ്യണം. പിന്നെ കരോട്ടിഡ് ഷീത്ത് അതിൻ്റെ കണ്ടന്റ് ഒന്ന് റിവൈസ് ചെയ്യണം. പിന്നെ നമ്മുടെ ഈ ഫങ്ഷണൽ കപ്പാസിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ, കുറേ ലങ്ങിൻ്റെ കപ്പാസിറ്റീസിൻ്റെ കാൽക്കുലേഷൻ ഉണ്ടല്ലോ, അതിൻ്റെ ഫോർമുലാസ് ഒന്ന് റിവൈസ് ചെയ്യണം. സോ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണും വരെ ബൈ.